നമസ്കാരം. ഡോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് റെഗുലർ ബേസിസിൽ, സ്ഥിരം ഒഴിവുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുക, അതിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 2 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കരുത്. അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ വേക്കൻസികൾ ഉള്ളത്. പോസ്റ്റിന്റെ പേര് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ എന്നുള്ളതാണ്. റെഗുലർ ബേസിസിലായിരിക്കും നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അത് ഫീസ് അടയ്ക്കുന്നത് ഓൺലൈൻ തന്നെ ആയിരിക്കണം. 2025 സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 2 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്ക് ബാക്കി വിശദാംശ വിവരങ്ങൾ കൂടി നോക്കാം. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റ് https:/bank.sba/web/career/current openings എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ടീച്ചിങ്ങും ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ഒന്നും അത് കൗണ്ട് ചെയ്യത്തില്ല, എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റിന് പേര് മാനേജർ ക്രെഡിറ്റ് അനലിസ്റ്റ് എന്നുള്ളതാണ്. അതിലേക്ക് റെഗുലർ വേക്കൻസികളായിട്ട് 58 വേക്കൻസികളും ബാക്കിലോ 5 വേക്കൻസികളും ഉൾപ്പെടെ 63 വേക്കൻസികളാണുള്ളത്. മിഡിൽ മാനേജ്മെന്റ് കേഡറിൽ സ്കെയിൽ 3 അപ്പോയിന്റ്മെന്റ് ആണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് മിനിമം 25 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗിൽ ലഭിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയില്ല, ഇന്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്റർവ്യൂ, അത് പരീക്ഷ എഴുതാതെ തന്നെ ഇന്റർവ്യൂ വഴി നേരിട്ട് ഒരു സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരം എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ സെലക്ഷൻ പ്രോസസ്സിൽ ലഭിക്കുന്നതായിരിക്കും. ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രിമിനൽ ആയിട്ടവർക്ക് 3 വർഷവും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും. OBC-കാരായ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 13 വർഷവും, SC/ST-കാരായ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് 15 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻ നോക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം വേണം. അതോടൊപ്പം MBA ഫിനാൻസ് അല്ലെങ്കിൽ PGDBA അല്ലെങ്കിൽ PGDBM അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് സയൻസ് അല്ലെങ്കിൽ CA, CFA, ICW ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ബിരുദം നേടിയതിനു ശേഷം മിനിമം 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം. ജോബ് പ്രൊഫൈലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് എന്താണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ് 3 എന്ന് ഞാൻ പറഞ്ഞു. 6 മാസങ്ങളിലുള്ള പ്രൊബേഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം 87,920 മുതൽ 1,05,280 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതോടൊപ്പം അടിസ്ഥാന ശമ്പളത്തോടൊപ്പം DA/HRA, CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, പ്രൊവിഡന്റ് ഫണ്ട്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട്, NPS, ലീവ് ഫെയർ കൺസെഷൻ, അങ്ങനെയുള്ള മറ്റ് മെഡിക്കൽ ഫെസിലിറ്റി പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് നേരത്തെ പറഞ്ഞു, പരീക്ഷ ഉണ്ടായിരിക്കത്തില്ല. സെലക്ഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. 100 മാർക്കിന്റെ ആയിരിക്കും ഇന്റർവ്യൂ എന്ന കാര്യം മനസ്സിലാക്കുക. എവിടെയാ വെന്യൂ, ബാക്കി ക്വാളിഫയിങ് മാർക്സ് ഒക്കെ പിന്നീട് ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാങ്കിന്റെ എമൗണ്ട് അല്ല, എത്ര മാർക്ക് അതിന് വേണ്ടി നേടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്കിനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ https:/bank.sba/web/careers/current openings എന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഉണ്ട്. 750 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ ജനറൽ കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി സെക്ഷൻസ്, OBC കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് ഫീസ് കൊടുക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ബാക്കി എല്ലാവരും 750 രൂപ ഫീസായിട്ട് സമർപ്പിക്കണം. അത് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ മറ്റ് നിങ്ങളുടെ റീസണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി, ഒരു സിഗ്നേച്ചർ,
ഡീറ്റെയിൽ ആയിട്ട് റെസ്യൂം, അതുപോലെ ID പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്, ഇൻകം വേണ്ടവർക്ക് എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ഇൻകം പ്രൂഫ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വാലിഡ് ആണെന്നൊരു മനസ്സിലാകുക. കാരണം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളെല്ലാം എല്ലാ സർട്ടിഫിക്കറ്റിനെയും കോപ്പി കൂടെ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ പറയുന്ന വെബ്സൈറ്റ് കൂടെ ഞാൻ പറയാം: https:/bank.sbs/web/career/current openings എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 2025 ഒക്ടോബർ 2 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള അവസരം പരമാവധി വിനപ്പെടുത്തുക. എത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടത് അന്ന് രേഖപ്പെടുത്തോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.